അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും സോറി കേട്ടോ. ഇന്ന് കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. എന്നാലും ഞാൻ രാത്രി നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാമെന്ന് വിചാരിച്ചു. ബിഗ് ബോസിന് പുതിയ പ്രമോ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല, ശനിയാഴ്ചത്തിലായിരുന്നു, ഞായറാഴ്ചത്തിലായിരുന്നു. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ നേരത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ തിങ്കളാഴ്ച വരുന്നതുകൊണ്ട് തന്നെ എപ്പിസോഡ് മാറ്റി ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കണക്കിന് നമ്മുടെ ചൊവ്വാഴ്ചയാണ് അടുത്ത വീക്കെൻഡ് എപ്പിസോഡായിട്ട് വന്നിട്ടുള്ളത്. ലാലേട്ടന്റെ പിറന്നാളിന് എടുത്ത ഷൂട്ടാണ്, പക്ഷെ ചൊവ്വാഴ്ചയാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ. മെയ് 20-നാണ് നമ്മുടെ മോഹൻലാലിന്റെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വിഷ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ട് പറയുമ്പോൾ രഞ്ജിനി മാഡം വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വിജയ് യേശുദാസും വരുന്നുണ്ട്. നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും ലാലേട്ടന്റെ ചിത്രം പതിച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. എന്നിട്ട് നല്ല ഹെവി പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും വെടിക്കെട്ട് പെർഫോമൻസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സിജോ, ജിൻജോ, പിന്നെ സായക്കും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡാൻസ്, അത് കണക്കിന് നമ്മുടെ ഒരു കപ്പിൾ ഡാൻസ് ഉണ്ട് കേട്ടോ. ശ്രീതു അർജുനൊക്കെ ആയിട്ടുള്ള കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്സരയൊക്കെ ആയിട്ട് ഒരു ഡാൻസ് പരിപാടിയും കൂടി ഉണ്ടെന്നാണ് കേട്ടത്. അത് മാത്രമല്ല കേക്ക് മുറിക്കലൊക്കെ ഉണ്ട്. കേക്ക് ഹാഫ് മുറിച്ചിട്ട് പകരം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അംഗങ്ങൾക്ക് കൊടുത്തു വിടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയം, ലാലേട്ടന്റെ പിറന്നാളൊക്കെയാണല്ലോ, അതുകൊണ്ട് തന്നെ എവിക്ഷൻ ഉണ്ടാവില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എന്തായാലും എവിക്ഷൻ ഉണ്ടാകും. എവിക്ഷൻ ഈ വരുന്ന ആഴ്ചകളിലൊക്കെ എവിക്ഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 5-6 പേര് ഒരുമിച്ച് എവിക്ട് ചെയ്ത് പുറത്താക്കേണ്ടി വരും. അതൊരു ഭയങ്കര ഒരു ഡെസ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇത്രയും പേര് പോകുമ്പോൾ ബിഗ് ബോസ് അംഗങ്ങളുടെ മെന്റൽ ഹെൽത്തും ഭയങ്കരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ എന്തായാലും ഉണ്ടാവും. റസ്മിനും ഋഷിയുമാണ് ഇപ്പൊ ഡേഞ്ചർ സോണിലുള്ളത്. റസ്മിൻ എന്തായാലും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്, ഋഷി പോകാൻ ചാൻസ് കുറച്ച് കുറവാണ്. എന്നാലും ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ നാളെ ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ലാലേട്ടന് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഈ വീക്കെൻഡ് എപ്പിസോഡ് തകർക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.